ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞ ദിവസം ഞാൻ ലീഗൽ മെട്രോളജിയുടെ ഒരു ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങളിൽ ഒരുപാട് പേര് ഇതിൻ്റെ സിലബസ് എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നമുക്കിതിൻ്റെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റായിട്ട് ഇടുക. നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പം അത്യാവശ്യം നല്ല ഒരു പോസ്റ്റ് തന്നെയാണിത്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 8 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഏകദേശം 42-43 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം PSC ടച്ചൊക്കെ ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് പരിചയമുള്ള ഒരു സിലബസ് തന്നെയാണ്. പിന്നെ PSC പരീക്ഷകൾക്കൊക്കെ തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഓർക്കുക, PSC എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതല്ല. അതിൽ ഒരു നല്ലൊരു റോള് നമുക്ക് ഭാഗ്യം അതുകൊണ്ട് കേട്ടോ. ചിലവരൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യും, ചിലവർ നന്നായി പഠിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ എക്സാം സെൻറ്റർ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കത് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അത് മിക്കവാറും ടെൻഷനാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും. ചിലവർ ആ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ മോക്ക് എഴുതാനുള്ള ആ ഒരു എഴുതാത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണോ ആ ഇഷ്യൂസൊക്കെ മനസ്സിലാക്കി അടുത്ത എക്സാമിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും PSC എന്ന് പറയുന്ന ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം സമയം പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോയിൽ ഇതിൻ്റെ സിലബസും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 24/7 മലയാളത്തിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കേരള സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുപോലെ ഒരു കോഴ്സ് ഉണ്ട്, മെഗാ പാക്ക്. അവിടെ നടത്തുന്ന എല്ലാ കോഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ് മെഗാ പാക്ക്. Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുമ്പോൾ ഏകദേശം 5000-ത്തിനടുത്തുള്ള പ്രൈസേ ആവത്തുള്ളൂ. ഒരു വർഷത്തേക്ക് അടയുടെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ കോഴ്സും കിട്ടും. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സിലബസ് ചരിത്രം, നമ്മുടെ ഹിസ്റ്ററി 5 മാർക്കാണ് ഇതിനുള്ളത്. ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അതും 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനവും 3 മാർക്കുണ്ട്, ബയോളജി 4 മാർക്ക്, ഫിസിക്സ് ഇത്തിരി കൂടിപ്പോയി 6 മാർക്ക്, കെമിസ്ട്രി 5 മാർക്കാണ്. കല, കായികം അങ്ങനെയുള്ള കാര്യങ്ങൾ 3 മാർക്കുണ്ട്, കമ്പ്യൂട്ടർ 4 മാർക്ക്, ഏകദേശം LDC പോലെ കറണ്ട് അഫേഴ്സ് 10 മാർക്ക്, മാത്സ് 15, ഇംഗ്ലീഷ് 10, മലയാളം 10, ദെൻ സ്പെഷ്യൽ ടോപ്പിക്ക് 10 മാർക്ക്. അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത് 10 മാർക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വെയിറ്റേജ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഓരോന്നിൽ നിന്നും പഠിക്കേണ്ടത് അതും കൂടെ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ നിങ്ങൾ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിക്കേ. ഹിസ്റ്ററി നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ രാജാക്കന്മാർ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതായത് ഏകദേശം നമ്മൾ LDCക്ക് പഠിക്കുന്ന അത് തന്നെയല്ലേ ഇത്. ഗാന്ധിജിയും സമരങ്ങളും അതുപോലെ വേൾഡ് ഹിസ്റ്ററിയും ഉണ്ട്. ജോഗ്രഫിയിലേക്ക് അത് 5 മാർക്കാണ് കേട്ടോ. UN ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഏകദേശം നമ്മുടെ LDCയുടെ സിലബസൊക്കെ ആയിട്ട് സിമിലർ ആണ്. ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അന്തരീക്ഷം, അന്തരീക്ഷ ഘടന, സമുദ്രങ്ങൾ, അങ്ങനെ ഇന്ത്യൻ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, നമ്മൾ PSC പഠിക്കുന്ന LDC പഠിക്കുന്ന ഉത്തരപർവ്വത മേഖല, നദികൾ, കേരളം, കേരളത്തിലെ സസ്യജീവികൾ, വന്യജീവികൾ, അതിനാണ് 5 മാർക്ക്. പിന്നെ ധനതത്വശാസ്ത്രം, അത് ഇന്ത്യ, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നമ്മൾ എപ്പോഴും ഇക്കണോമിക്സിൽ പഠിക്കത്തില്ലേ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇതെല്ലാം കൂടെ വരും. കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാവില്ല, ഭരണഘടനാ നിർമ്മാണം, അതിന് 5 മാർക്ക്. ഭരണഘടനാ നിർമ്മാണ സമിതിയും ആമുഖവും പൗരത്വവും മൗലികാവകാശങ്ങളും അങ്ങനെയുള്ള കാര്യം, പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 5 മാർക്ക്. കേരളം ഭരണവും ഭരണ സംവിധാനവും 3 മാർക്ക് എന്ന് പറയുമ്പം അതിനകത്തിൽ നമ്മുടെ സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തടം സംരക്ഷണം, തൊഴിൽ, ജോലി, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമൊക്കെ വരുന്നുണ്ട്. ബയോളജി 4 മാർക്കിൽ ആദ്യം നമ്മുടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, നമ്മളെല്ലാപ്പോഴും പരീക്ഷകൾക്ക് പഠിക്കുന്നത് തന്നെ, ജീവകങ്ങൾ, അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ, അതായത് രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഭൗതിക ശാസ്ത്രം വരുമ്പോൾ പ്രകാശം വരുന്നുണ്ട്, ശബ്ദം വരുന്നുണ്ട്, ലെൻസ്
ലെൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ അതെല്ലാമാണ് വരുന്നത്. നീ കെമിസ്ട്രിയിലേക്ക് പിന്നെ പ്രവൃത്തി കെമിസ്ട്രിയിലേക്ക് പോയി കഴിയുമ്പോൾ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ, മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങൾ, അലോഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ കലാകായികം എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ല തൂലികാ നാമങ്ങളും അതുപോലെ ഒളിമ്പിക്സും, അത് കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്താണെങ്കിലും മതി കേട്ടോ. കഥാപാത്രങ്ങൾ, കൃതികൾ, ജ്ഞാനപീഠം, അതുപോലെ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഘോഷങ്ങൾ, അങ്ങനെയുള്ള മാർഗംകളി, ചവിട്ട് നാടകം, അതിൻ്റെയൊക്കെ പ്രാധാന്യങ്ങളുമൊക്കെ ചോദിക്കാം. കമ്പ്യൂട്ടർ 4 മാർക്കാണ്. അടിസ്ഥാന വിവരങ്ങളാണ് ചോദിക്കുന്നത്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഒക്കെ LDC തന്നെ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കറണ്ട് അഫേഴ്സ് 10 മാർക്ക്. മാത്സും അത് നമ്മളിപ്പോൾ 10 മാർക്ക്. ലഘുഗണിതം, സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ഭിന്നസംഖ്യകൾ, ലാഭവും നഷ്ടവും, ശരാശരി, സമയം, പ്രവൃത്തി, കൃത്യംഗങ്ങൾ, പ്രോഗ്രഷൻ. പിന്നെ 5 മാർക്ക് റീസണിങ്ങിനുണ്ട്. 10 മാർക്ക് മാത്സ്, 5 മാർക്ക് റീസണിങ്ങാണ് പറഞ്ഞിരിക്കുന്നത്. കോഡിങ്, ദിശാബോധം, കലണ്ടർ, ക്ലറിക്കൽ പരിശോധിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. മാത്സിലേക്ക് വരുമ്പോൾ 5 മാർക്ക് ഗ്രാമർ വരുന്നുണ്ട്. അതായത് ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് വരുന്നുണ്ട്. അതിനകത്തില്ല ആർട്ടിക്കിൾസ്, പ്രൈമറി, ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, അത് നമ്മൾ LDC പഠിക്കുന്ന അതേ സിലബസ്. പിന്നെ വൊക്കാബ്സും കോമ്പൗണ്ട് വേർഡ്സും ഫ്രൈസൽ വെർബ്സും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടെ ചേർത്തിട്ട് 5 മാർക്ക്. മലയാളം പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, വിപരീതം, ശൈലികളെല്ലാം കൂടെ ചേർത്ത് 10 മാർക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്, അതായത് ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞിട്ട് 5 മാർക്ക് വരുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആൻഡ് റൂൾസ് ഓഫ് ലീഗൽ മെട്രോളജി, ആ ഒരു പാർട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന് ആകെ 10 മാർക്ക്, അവിടെ നിന്ന് 1 മാർക്ക്. റൂൾസ് ഓഫ് ലീഗൽ മെട്രോളജി പാക്കേജ് എന്ന് പറഞ്ഞിട്ട് 2 മാർക്ക്. ദെൻ അങ്ങനെ ടോട്ടൽ 10 മാർക്കാണ് അവിടെ വരുന്നത്. ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി 5 മാർക്ക്, ആക്ട് ഒരിടത്ത് 1 മാർക്ക്, പിന്നെ അടുത്ത് വരുന്ന 2 മാർക്ക്, പിന്നെ റൂൾസ് ഓഫ് കേരള ലീഗൽ മെട്രോളജി അതിന് 2 മാർക്ക്. സോ 10 മാർക്ക്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിലബസ്. ഈ സിലബസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വെയിറ്റേജ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ട ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങൾ LDC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. സോ എന്തറിവ് നമുക്കുണ്ടോ അതും എലോങ് വിത്ത് ഈ സ്പെഷ്യൽ ടോപ്പിക്കും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ സ്റ്റേറ്റ് വൈഡ് ആണ്, അത് ഓർത്തോണം. അപ്പം അതനുസരിച്ചിട്ട് കോമ്പറ്റീഷൻ കൂടും. അപ്പം നല്ല രീതിയിൽ ഉഷാറായിട്ട് ഈ പരീക്ഷയ്ക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനൊരു പ്രത്യേകതയുണ്ട്, പ്രമോഷൻ ഇല്ല, പക്ഷേ സെയിം ജോബ് ആണെങ്കിലും നമ്മുടെ സാലറിയും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഇതുപോലെ, ഇതിപ്പം കുറച്ച് 2-3 കുട്ടികൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മളിതിൻ്റെ സിലബസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മീൻസ് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, മോട്ടിവേഷൻ വീഡിയോ, കോൺവെൻറ്റ് സെഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനൽ അഡ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.